എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 215-ാമത്തെ വീഡിയോ ആണ്. ഇതിൽ നമ്മൾ മെയിനായിട്ട് അറിയാൻ പോകുന്നത് യോഗ എങ്ങനെ സദ്ഗുരുവിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു എന്നുള്ള കാര്യമാണ്. ഓക്കെ, എന്നുവെച്ചാൽ ഇന്നും സദ്ഗുരു ഒരുപാട് വലിയ രീതിയിൽ അറിയപ്പെടുന്നത് ഒരു യോഗ ടീച്ചറായിട്ടാണ്. അദ്ദേഹം യോഗ പഠിച്ചു. യോഗയിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഈശ യോഗ സെൻറ്ററിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ടി, പബ്ലിക്കിന് വേണ്ടി പഠിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് യോഗ പഠിച്ചു. അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ചെല്ലാം നല്ലപോലെ അറിയാം. എനിവേ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പം ബുക്കിൽ എങ്ങനെ എന്തുവാ തന്നിരിക്കുന്നതെന്നുള്ളതാണ് ഈ ബുക്ക് റിവ്യൂവിൽ നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പം അതിൽ ഈ സമ്മർ വെക്കേഷനെ കുറിച്ചാണ് സദ്ഗുരു തുടങ്ങുന്നത്. അതായത് സദ്ഗുരുവിൻ്റെ കൊച്ചുനാളിലുള്ളത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കിക്കൊണ്ട് വരുന്നത്. സ്കൂൾ എങ്ങനെ അറ്റൻഡ് ചെയ്ത് എത്ര ഇഷ്ടപ്പെട്ടു അതിനകത്ത് കാണിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു സമ്മർ വെക്കേഷൻ. ഈ സമ്മർ വെക്കേഷൻ എന്ന് പറയുമ്പം അക്കാലത്തെന്ന് വെച്ചാൽ എൻ്റെ സമയം വരെ ആളുകൾ എല്ലാവരും അപ്പൂപ്പൻ്റെയോ അമ്മമ്മയുടെയോ വീടുകളിൽ പോയി ചേരും. അതായത് എല്ലാ കൊച്ചുമക്കളും ഒരു വീട്ടിൽ വന്ന് നിൽക്കും. അപ്പോൾ എൻ്റെ വീട്ടിലും എൻ്റെ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും വീട്ടിൽ ഞങ്ങളൊക്കെ അവിടെ താമസിച്ചുകൊണ്ട് മറ്റവരെല്ലാം ഞങ്ങളുടെ വീട്ടിൽ വരും. അപ്പോൾ അതിലും ആമ്പിള്ളേരൊക്കെ രാവിലെ വല്ലതും കഴിച്ചിട്ട് ഉടനെ എല്ലാവരും കൂടെ ക്രിക്കറ്റ് കളിക്കാനോ ഫുട്ബോൾ കളിക്കാനോ അല്ലെങ്കിൽ കുളത്തിൽ നീന്തൽ പഠിക്കാനോ ഒക്കെ പോയാൽ പിന്നെ വൈകുന്നേരമായിരിക്കും വരുന്നത്. ഏതെങ്കിലും ഒരു വീട്ടിൽ കയറി എല്ലാവരും കൂടെ ചോറുണ്ണു. അങ്ങനെയൊക്കെയാണ് അവരുടെ രീതി. ഗേൾസൊക്കെ എല്ലാം കൂടെ ചേർന്ന് മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ചോറും കൂട്ടാനും വെച്ച് കളിക്കും. അങ്ങനെയൊക്കെയാണ് പെൺപിള്ളേരുടെ കളി. അങ്ങനെ എൻ്റെ പ്രായം വരെ അതൊക്കെയായിരുന്നു സമ്മർ വെക്കേഷനിലെ ആക്ടിവിറ്റീസ്. അപ്പം അങ്ങനെ ഒരു സമ്മർ വെക്കേഷൻ്റെ കാര്യമാണ് സദ്ഗുരു പറയുന്നത്. അപ്പം ഏകദേശം സദ്ഗുരുവിൻ്റെ അപ്പൂപ്പൻ്റെ വീട്ടിൽ 35 കൊച്ചുമക്കളുണ്ടായിരുന്നു. 35 കൊച്ചുമക്കളിലും ഇതേപോലെ തന്നെയാണ്. ആമ്പിള്ളേരൊക്കെ വെളിയിൽ പോകും, റോഡിൽ പോകും, കളിക്കും, അലഞ്ഞു തിരിഞ്ഞ് രാത്രി വരും. അപ്പോൾ സദ്ഗുരു ഇവിടെ ഓർക്കുന്നത് ഒരു വലിയ കിണറുണ്ടായിരുന്നു. അതായത് 150 അടി ആഴമുള്ള ഒരു വലിയ കിണർ. അപ്പോൾ ആ കിണറ്റിൽ സമ്മർ വെക്കേഷൻ എന്ന് പറയുമ്പോഴേ വേനൽക്കാലമായതുകൊണ്ട് 75 അടിക്ക് താഴെയായിരിക്കും വെള്ളം, അടിയിലായിരിക്കും വെള്ളം. അതുമാത്രമല്ല, ഈ വലിയ കിണറ്റിൽ ഈ ചുറ്റിലുമുള്ള ചുവര് കെട്ടുന്നതൊന്നും ഈ സിമൻ്റൊക്കെ ഇട്ട് പൂശി പക്കായിട്ടുള്ള കിണറൊന്നും അല്ല. നല്ല ആഴത്തിൽ തോണ്ടിയ ഒരു കിണറാണ്. ഒരു പാറയിൽ നിന്നൊക്കെ തോണ്ടിയെടുത്തതായിരിക്കും. അപ്പം അവിടെ അകത്തൊക്കെ കല്ല് ഇങ്ങനെ കുത്തിയിരിക്കും. അപ്പോൾ എപ്പോഴും ഒരു സ്മൂത്ത് സർഫേസ് ആയിട്ട് ഇരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ഈ പിള്ളേരൊക്കെ അത്രയും 75 അടി താഴെ ഉള്ള വെള്ളത്തിനകത്തോട്ട് ചാടും. മേളിൽ നിന്ന് ചാടിയിട്ട് കുറേ നേരം കളിച്ചിട്ട് മേളിൽ കയറി വരുമ്പോൾ അതിനകത്ത് പടിയൊന്നുമില്ല. അപ്പം ഉള്ള കല്ലിലും അതിലുമൊക്കെ ഉരഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ടായിരിക്കും പിടിച്ച് മേളിൽ കയറി വരുന്നത്. അങ്ങനെ മേളിൽ കയറി വരുമ്പം കൈയൊക്കെ ഉരയും, രക്തം വരും, കാലിൽ ഉരയും, പുറത്ത് ഉരയും. പക്ഷേ ബോയ്സ് അതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. അവർ പിന്നെയും ചാടും, മേളിൽ കയറും, പിന്നെയും ചാടും. അതൊക്കെയാണ്. അങ്ങനെ സദ്ഗുരുവിൻ്റെ മറ്റേ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ, റിലേറ്റീവ് കസിൻസ് എല്ലാം കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പം ഒരു 70-75 വയസ്സ് പറയാൻ തക്കവണ്ണം ഉള്ള ഒരു വയസ്സായ ഒരു മനുഷ്യൻ വന്നിട്ട് പെട്ടെന്ന് ആ കിണറ്റിനകത്ത് ഒരു ചാട്ടം. ഈ പിള്ളേരെല്ലാം അങ്ങനെ അമ്പരന്ന് പോയി നിൽക്കുക. അദ്ദേഹം ഒരു കിഴവൻ എന്തോ ചെയ്യാൻ പോകുന്നു, നമ്മൾ കളിക്കുന്നത് കാണാൻ വന്നിരിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇരുന്നത്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചാണ് ഇങ്ങേര് അതിനകത്ത് ചാടിയത് മാത്രമല്ല, പോയ വേഗത്തിൽ ചറപറയെന്ന് മതിലിൽ ചവിട്ടി മേളി വന്നു. അപ്പം സദ്ഗുരു അങ്ങനെ അമ്പരന്ന് പോയി നിൽക്കുക. എങ്ങനെ ഇത് സംഭവിച്ചു, എങ്ങനെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റി എന്നാണ് സദ്ഗുരു ചോദിച്ചത്. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. കം ലേൺ യോഗ
എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് പോയി. വാ എൻ്റെ കൂടെ വാ, ഞാൻ യോഗ പറഞ്ഞുതരാം, യോഗ പഠിച്ചാൽ ഇതൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് പോയി. അപ്പം സദ്ഗുരു പറയുക, എനിക്കത് മറക്കാൻ വയ്യാത്ത ഒരു സംഭവമായിരുന്നു. ഇദ്ദേഹം ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു ഇതിൽ കൊച്ചു പിള്ളേരുടെ കൂട്ട് ചാടിയതുമല്ല, അതേ വേഗത്തിൽ കയറിയും വന്നു, ഇത്രയും സ്ട്രെങ്ത്തോടെ ഇരിക്കുന്നു. ഇതിൻ്റെ രഹസ്യം എന്തുവാ, എൻ്റെ പിന്നിൽ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞ് അപ്പം സദ്ഗുരു കം ലേൺ യോഗ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പാട്ടിന് പോയപ്പം സദ്ഗുരു പറയുക, ഞാൻ ഈ പട്ടിയുടെ പുറയിൽ ഈ പട്ടിക്കുട്ടികൾ ഇങ്ങനെ പോകത്തില്ലേ, അതുപോലെ അദ്ദേഹത്തിനെ ഞാൻ പിന്തുടർന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വീഡിയോസിലും ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ ലൈക്ക് എ പപ്പി, ഒരു പപ്പി എങ്ങനെ ഒരു പട്ടിയുടെ കുട്ടി എങ്ങനെ പട്ടിയുടെ പുറയിലോട്ട് ഇങ്ങനെ പോകുമോ അതുപോലെ ഞാൻ അദ്ദേഹത്തിനെ പിന്തുടർന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ശരിക്കുമുള്ള പേര് രാഘവേന്ദ്ര റാവ് എന്നാണ്. പക്ഷേ മല്ലാടി ഹള്ളി സ്വാമി, ഈ ഹള്ളി എന്ന് പറയുന്നതൊക്കെ കർണാടകയിലുള്ള സ്ഥലത്തിൻ്റെ പേരാണ്. അപ്പം മല്ലാടി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെ ഉള്ള പേര്. അപ്പം മല്ലാടി ഹള്ളി സ്വാമി എന്നാണ് ഇദ്ദേഹത്തിനെ പൊതുവെ പറയുന്നത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ പുറകെ പോയി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹം കുറച്ച് സിമ്പിളായിട്ടുള്ള കുറച്ച് യോഗാസനാസ് പറഞ്ഞു കൊടുത്തു. സദ്ഗുരു അത് പഠിച്ചു. എന്നുവെച്ചാൽ സദ്ഗുരുവിന് ഇദ്ദേഹത്തിൻ്റെ ഈ ദേഹ ആരോഗ്യവും ശക്തിയും കണ്ടപ്പോഴത്തേക്ക് വേറെ ഒന്നും വിചാരിച്ചില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്ത യോഗാസനാസ് എല്ലാം പഠിച്ച് ദിവസവും ഇദ്ദേഹം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതുവരെ ഒരു അടുക്കും ചിട്ടയും ഇല്ലാത്ത ഒരു ജീവിതമായിരുന്നു സദ്ഗുരുവിൻ്റെ. കൊച്ചു പ്രായം 10-13 വയസ്സിലെങ്ങാണ്ടാണ് ഇത് സംഭവിച്ചത്. അപ്പം അത് തൊട്ട് യോഗ ചെയ്യാൻ തുടങ്ങിയപ്പം തൊട്ട് ഭയങ്കര അടുക്കും ചിട്ടയുമായിപ്പോയി. എന്താ വെച്ചാൽ രാവിലെ ഏത് ദിവസം ഏത് സമയം എവിടെ ഇരുന്നാലും രാവിലെ യോഗ ചെയ്തിരിക്കും. അപ്പം സദ്ഗുരു പറയുന്നത്, ഈ യോഗാസനാസ് ചെറിയ തോതിൽ എനിക്ക് തുടങ്ങിയതാണ്. പിൽക്കാലത്ത് പിന്നെ എനിക്ക് ഒരുപാട് സ്പിരിച്വലായിട്ട് എനിക്ക് പല എക്സ്പീരിയൻസ് എനിക്ക് കിട്ടാൻ അത് കാരണമായിരുന്നു. അപ്പം സ്പിരിച്വൽ എക്സ്പീരിയൻസിന് വേണ്ടിയാണ് എന്നൊന്നും ആ വയസ്സിലൊന്നും അറിഞ്ഞൂടല്ലോ. അപ്പം എന്തോ ഇദ്ദേഹം പഠിച്ചു, ഈ വയസ്സിൽ ഇങ്ങനെ ഇരിക്കുന്നു, എന്നാൽ പിന്നെ ഞാനും പഠിച്ചാൽ എനിക്കും അങ്ങനെ ആകാം എന്നുവെച്ചാൽ പൊതുവേ സദ്ഗുരുവിന് ഈ ദേഹ ആരോഗ്യത്തിലും ഈ ഫാസ്റ്റായിട്ട് നടക്കുന്നതിലും നല്ല ഏത് ചെയ്താലും ലാവകമായിട്ട് ചെയ്യുന്നതിൽ സദ്ഗുരുവിന് ഭയങ്കര ഇൻട്രസ്റ്റാണ്. പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എപ്പോഴുമേ ദേഹത്തിനെ ട്രിമ്മായിട്ട് വെച്ചേക്കണം, സ്ലിമ്മായിട്ട് വെച്ചേക്കണം. ഭയങ്കര തടിയും വെച്ച് നടക്കാൻ വയ്യാതെ ഒക്കെ നടക്കുന്നതൊന്നും മനുഷ്യന് പറഞ്ഞിട്ടുള്ളതേ അല്ല. അതായത് ദേഹം എന്നും ട്രിമ്മായിട്ടിരിക്കണം, മെലിഞ്ഞിരിക്കണം, ശക്തിയോടിരിക്കണം. അപ്പം നമ്മൾ അതായത് ഈ വായുവേഗം മനോവേഗം എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ അത്രയും ഫാസ്റ്റായിട്ട് നടന്ന് എത്തുന്ന രീതിയിൽ വേണം നിങ്ങളുടെ ദേഹത്തിനെ വളരെ ഫിറ്റായിട്ട് വെച്ചേക്കണം എന്ന് ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഫിസിക്കൽ ഫിറ്റ്നസ്. അപ്പം ഫിസിക്കൽ ഫിറ്റ്നസ്സിന് ഒരു കരുവിയായിട്ടാണ്, ഒരു ടൂളായിട്ടാണ് ഈ യോഗാസനാസിനെ സദ്ഗുരു റെക്കമെൻഡ് ചെയ്യുന്നത് നമുക്ക്. അപ്പം ഇത്രയൊക്കെ ഒരു ഐഡിയ ഉള്ളതുകൊണ്ട് വിടാതെ വർഷങ്ങളായിട്ട് യോഗാസനാസ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഒരു കാലത്ത് അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിന് ഒരുപാട് സ്പിരിച്വൽ എക്സ്പീരിയൻസ് കിട്ടിയെന്ന് പറയുന്നത്. ഇപ്പം സ്പിരിച്വൽ എക്സ്പീരിയൻസിന് യോഗാസനാസ് ചെയ്താൽ മാത്രം പോരാ, വേറെ പല സാധനങ്ങളും ചെയ്യണം. അതുമാത്രമല്ല, സദ്ഗുരുവിന് കിട്ടിയ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈ ഒരു ജന്മത്തിൽ കിട്ടിയതല്ല. അതിപ്പോൾ നിങ്ങൾക്കും എല്ലാവർക്കും മനസ്സിലായി കാണും. അതിൻ്റെ മുൻജന്മത്തൊക്കെ അത്രയും വലിയ ഒരു തീവ്ര ശിവഭക്തനായിരുന്നു. ഒരുപാട് പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് സാധനകൾ ചെയ്തു. അതുകൊണ്ട് ഈ ജന്മത്ത് എളുപ്പത്തിൽ അദ്ദേഹത്തിന് കൊച്ചു പ്രായത്തിൽ തന്നെ എൻലൈറ്റൻമെൻറ്റ് കിട്ടി, മുക്തി കിട്ടി. ഓക്കെ. പക്ഷേ ഈ യോഗാസനാസ് ഒരുപാട് അതിന് സഹായിച്ചു എന്നാണ് പറയുന്നത്. അപ്പം അതാണ് സദ്ഗുരു പറയുന്നത്. ചിലപ്പം നമുക്ക് അറിയാതെ തന്നെ ചില കാര്യങ്ങളിൽ നമ്മൾ പഠിക്കും. അതായത് ഇത് എൻ്റെ ലൈഫിൽ വലിയ ഒരു ഘട്ടമായിട്ട് ആകാൻ പോകുന്നു എന്ന് അറിയാതെ തന്നെ വെറുതെ നമ്മൾ പഠിക്കും.
ഇപ്പം ചിലർ വെറുതെ സമയം പോകാൻ വേണ്ടി ഡ്രൈവിംഗ് പഠിക്കും. നാളെ വലിയ ഒരു കാർ റേസിംഗ് റേസറായിട്ട് മാറാം, ഇല്ലയോ? അപ്പം അതുപോലെ കാഷ്വലായിട്ട് ഇദ്ദേഹം ഏതോ യോഗാസനാസ് പഠിച്ചു, പക്ഷേ അത് അദ്ദേഹത്തിന് ഒരുപാട് ഗുണം ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം 1-2 കാര്യങ്ങൾ. അപ്പം ആരാ? ഈ മല്ലാഡിഹള്ളി സ്വാമിയാണ് ഇദ്ദേഹത്തിൻ്റെ യോഗാസനയുടെ ഗുരു. ഓക്കെ. അപ്പോൾ ഈ ഗുരു എന്ന് പറയുന്നത്, ഇദ്ദേഹം യോഗാസനാസ് എല്ലാം അറിയാം. ആയുർവേദ ഡോക്ടറായിരുന്നു, ആയുർവേദ ചികിത്സ ചെയ്യുമായിരുന്നു. പിന്നെ ഈ ഒരുപാട് ഇതൊക്കെ ഉണ്ടല്ലോ, മാർഷ്യൽ ആർട്ട് എന്ന് പറയും. മാർഷ്യൽ ആർട്ട് എന്ന് പറഞ്ഞാൽ ഈ കരാത്തെ, കുങ്ഫു, കുസ്തി, വർമ്മക്കല, കളരിപ്പയറ്റ്, അങ്ങനെ എല്ലാത്തിലും ഇദ്ദേഹം എക്സ്പേർട്ടായിരുന്നു. ഓക്കെ. ഒരുപാട് നല്ല രീതിയിൽ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുമാത്രമല്ല, വേൾഡ് യോഗ ട്രസ്റ്റ് എന്നൊരു സ്ഥാപനം തുടങ്ങി. പല ഗ്രാമങ്ങളിലും അതിൻ്റെയൊക്കെ ബ്രാഞ്ചസ് തുടങ്ങി. അതുവഴി ഒരുപാട് പേർക്ക് യോഗാസനാസ് പറഞ്ഞു കൊടുത്തു. ആയുർവേദ ചികിത്സ ചെയ്ത് ഒരുപാട് പേരെ സഹായിച്ചു. അതൊക്കെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഈ മല്ലാഡിഹള്ളിയുടെ ഉദ്ദേശം, ജീവിതത്തിൻ്റെ ഒരു ഗോൾ എന്ന് പറയാം. അപ്പം ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഒക്കെ ഇദ്ദേഹത്തിന് പല പ്രാവശ്യം അവാർഡ് തരാം, നിങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരു അവാർഡും വേണ്ട, കാശ് വേണം, എനിക്ക് കാശുണ്ടാക്കണം. എന്താണെന്ന് വെച്ചാൽ ഇത് എത്ര പേർക്ക് എത്തിച്ചെല്ലാൻ പറ്റുമോ അത്രയും പേർക്ക് എത്തിച്ചേർക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് ഞാൻ ഫണ്ട് റൈസിങ്ങിലാണ് കീനായിട്ടിരിക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ അവാർഡിലൊന്നും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു വിട്ടു. പിന്നെ അപ്പം ഈ മല്ലാഡിഹള്ളി സ്വാമിയുടെ മെയിൻ ആശ്രമം എന്ന് പറയുന്നതിൻ്റെ പേരാണ് വേൾഡ് യോഗ ട്രസ്റ്റ്. ഏത് ലെവലിലാണ് അദ്ദേഹം ചിന്തിച്ചിരിക്കുന്നതെന്ന് നോക്കണം. വേൾഡ് യോഗ ട്രസ്റ്റ്. ഇപ്പം ഞാൻ ആലോചിക്കുന്നു, ഈ കാര്യം ബുക്കിൽ സദ്ഗുരു എഴുതിയിട്ടില്ല, പക്ഷേ ഞാനത് കണക്റ്റിംഗ് ദ ലിങ്ക്സ് എന്ന് പറയത്തില്ലേ, കണക്റ്റിംഗ് ദ ഡോട്ട്. അപ്പം അങ്ങനെ ഞാൻ ആലോചിക്കുമ്പം ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ പേരും ഈശ യോഗ സെൻറ്റർ. അപ്പം ഈശ എന്ന് പറയുന്നത് ജഗദീശൻ്റെ ഷോർട്ട് ഫോമാണ് ഈശ. അപ്പം ഈശ യോഗ ട്രസ്റ്റിന് പകരം സെൻറ്റർ. അപ്പം ഇതൊക്കെ കൂടെ എത്രയോ കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടവരടുത്തു നിന്ന് നമ്മൾ അറിഞ്ഞും കോപ്പി ചെയ്യും, അറിയാതെയും കോപ്പി ചെയ്യും. ഇപ്പം നല്ല ഒരു ടീച്ചറാണ്, ഒരു സ്റ്റുഡൻറ്റിന് ആ ടീച്ചറെ ഭയങ്കര ഇഷ്ടമാണെന്ന് വെച്ചാൽ ആ ടീച്ചറുടെ സബ്ജക്റ്റിൽ എപ്പോഴും ഫുൾ മാർക്ക് വാങ്ങിക്കാൻ നോക്കും. ആ ടീച്ചർ പോലെ സംസാരിക്കും, ആ ടീച്ചർ ചെയ്യുന്ന പോലെ ഡ്രസ്സ് ചെയ്യും, ആ ടീച്ചർ ചെയ്യുന്ന പോലെ സംസാരിക്കാനും എഴുതാനും ഒക്കെ, ആ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ അതുപോലെ നോക്കി പഠിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് റോൾ മോഡൽസ് ഓരോരുത്തരുടെ ജീവിതത്തിലും ഉണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഈ വേൾഡ് യോഗ ട്രസ്റ്റ് അത് കണ്ടിട്ടായിരിക്കും ഈ പെട്ടെന്ന് ഒന്ന് ക്ലിക്കായത്. എന്നാൽ പിന്നെ ഈശ യോഗ സെൻറ്റർ, ട്രസ്റ്റൊന്നും ആ സമയത്ത് രൂപീകരിച്ച് കാണത്തില്ല. അപ്പം ഓക്കെ, സെൻറ്റർ ആക്കാം, ഒരു യോഗ സെൻറ്റർ ആക്കാം. അപ്പോൾ യോഗ ടീച്ചറായിരുന്നു അപ്പോൾ, അതുകൊണ്ട് യോഗ സെൻറ്റർ ആക്കാം എന്ന് വിചാരിച്ചായിരിക്കും അങ്ങനെ ഒരു പേരിട്ടത്. അപ്പം ജസ്റ്റ് ഞാൻ അതിൻ്റെ ലിങ്ക് നോക്കുക. പിന്നെ പിന്നെയാണ് സദ്ഗുരുവിനെ അറിയാൻ വന്നത്. ഇദ്ദേഹത്തിൻ്റെ ഈ യോഗയുടെ ഗുരു ഉണ്ടല്ലോ, ഈ മല്ലാടി ഹള്ളി സ്വാമി, അദ്ദേഹം ഓരോ ദിവസവും 4008 സൂര്യ നമസ്കാർ ചെയ്യുന്നു. 4008 പ്രാവശ്യം സൂര്യ നമസ്കാരം ചെയ്യുന്നു. അതുമാത്രമല്ല, ഒരു പ്രാവശ്യം ഇദ്ദേഹം സദ്ഗുരുവിൻ്റെയും വേറെ 2 ഫ്രണ്ട്സ്, അതായത് സദ്ഗുരുവിൻ്റെ കൂട്ട് സ്ട്രോങ് ആയിട്ടുള്ള കുറേ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും 2 ഫ്രണ്ട്സിൻ്റെ കൂടെ ഇദ്ദേഹം റെസ്ലിംഗ് നടത്തി. റെസ്ലിംഗ് എന്ന് വെച്ചാൽ കുസ്തി ചണ്ട. അതിൽ ഒരു നിമിഷത്തിനകം ഈ മല്ലാടി സ്വാമി ഈ 3 ആമ്പിള്ളരെയും ഫ്ലാറ്റാക്കി. അത്രയ്ക്ക് ശക്തിയാണ് ഈ മല്ലാടി സ്വാമിയുടെ ആ പ്രായത്തിൽ. അപ്പം ഇവരെല്ലാം ചോദിക്കുമെന്ന്, നിങ്ങൾക്ക് 19 വയസ്സായി, നിങ്ങൾ എപ്പോഴാണ് മരിക്കാൻ പോകുന്നത്? ഇപ്പോഴും ഇത്രയും സ്ട്രോങ് ആയിട്ടിരിക്കുന്നല്ലോ, ഞങ്ങളൊക്കെ മരിച്ച പിന്നീടായിരിക്കും നിങ്ങൾ മരിക്കുന്നത് ഇല്ലയോ എന്ന് കളിയാക്കുമെന്ന് ആൾക്കാർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്ന്, ഇപ്പം എനിക്ക് 80 വയസ്സായി, ഇനി ഒരു 40 വർഷം എനിക്ക് ജോലിയുണ്ട്, എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോകും.
അപ്പം പൊതുവേ ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 120 വർഷമാണ്. അപ്പം ഇനിയും ഒരു 40 വർഷം കിടപ്പുണ്ട് എനിക്ക് ജോലി ചെയ്യാൻ. അത് ആ സമയം വരെ ഞാൻ സർവീസ് ചെയ്തിട്ട് ഞാനങ്ങ് പോകും എന്ന് കളിയാക്കി പറയുന്നു. അപ്പം അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശക്തി. ദേഹ ആരോഗ്യം ഉള്ളത് കൊണ്ട് കിട്ടുന്ന മനസ്സിൻ്റെ ശക്തി. ഓക്കെ, വേറെ 1-2 കാര്യങ്ങൾ ഇത് ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അതുമാത്രമല്ല ഇതിലും വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ യോഗയുടെ ഗുരുവിനെക്കുറിച്ച്. അതായത് ഇത് മല്ലാഡിഹള്ളി സ്വാമിക്ക് ഒരാശ്രമമുണ്ട്. ആ ആശ്രമത്തിൽ രാവിലെ 4 മണി തൊട്ട് ആൾക്കാർ നിരന്ന് നിൽക്കും ചികിത്സയ്ക്കായിട്ട്, ആയുർവേദ മരുന്നിനായിട്ട്. അപ്പോൾ ഒരു ഞായറാഴ്ച അദ്ദേഹം വേറെ 2 പേരും കൂടെ ഏതോ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നു. ഇവിടെ ഈ ട്രെയിൻ പിടിച്ച് ഈ ആശ്രമത്തിലേക്ക് പിറ്റേ ദിവസം രാവിലെ വരാൻ വേണ്ടി. കുറേ നേരം നിന്നിട്ടും ട്രെയിൻ വന്നില്ല. അപ്പോഴത്തേക്ക് അവർക്ക് വല്ലാതായിപ്പോയി. അപ്പോൾ അന്വേഷിച്ചപ്പം ട്രെയിൻ ഇന്ന് വരത്തില്ല, ട്രെയിൻ ക്യാൻസൽഡ്, അവിടെ റെയിൽവേയിൽ ഏതോ സ്ട്രൈക്കാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം തന്നെ ഈ സ്വാമി റെയിൽവേ ട്രാക്കിലോട്ട് ചാടി നടക്കാൻ തുടങ്ങി. വിട്ടടിച്ച ഒരു നട അങ്ങ് നടക്കുന്നു, ഫാസ്റ്റായിട്ട് നടക്കുന്നു. അങ്ങനെ നടക്കുമ്പം നടന്നു പോയി. ഇവർ 2 പേരും കൂടെ നിന്ന 2 പേരും പോയില്ല. അവർ അടുത്ത ദിവസമാണ് പോയത്. ഇപ്പോൾ ഇദ്ദേഹം എന്തോ ചെയ്തു, ഞായറാഴ്ച രാത്രി നടക്കാൻ തുടങ്ങിയ ആൾ പിറ്റേ ദിവസം രാവിലെ 4 മണിക്ക് മുന്നേ ആശ്രമത്തിൽ എത്തി. അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നപ്പം തൊട്ട് ആ സ്ഥലം തൊട്ട് ഇദ്ദേഹത്തിൻ്റെ ആശ്രമം വരെ 70 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവുന്നു? ഒറ്റ രാത്രിയിൽ 70 കിലോമീറ്റർ ഒറ്റയ്ക്ക് അങ്ങ് നടന്ന് പേഷ്യൻസ് വരുന്നതിന് മുമ്പേ അവിടെ റെഡിയായി നിൽക്കുക. ഇത് പേഷ്യൻസിനൊന്നും അറിഞ്ഞൂടാ. ഈ 2 പേരും അടുത്ത ദിവസം ട്രെയിൻ പിടിച്ച് അവിടെ വന്നേ പിന്നീടാണ് അവർ പറഞ്ഞാണ് മനസ്സിലാകുന്നത് ഇദ്ദേഹം ഈ 70 കിലോമീറ്റർ നടന്നാണ് വന്നിരിക്കുന്നതെന്ന്. ഒറ്റ രാത്രിയിൽ 70 കിലോമീറ്റർ നടന്ന് ആശ്രമത്തിൽ എത്തി. രാവിലെ എപ്പോഴും പോലെ പതിവ് പോലെ ചികിത്സിക്കാനും തുടങ്ങി. അങ്ങനെയൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ. അതിനെക്കാട്ടിലും വിചിത്രമായിട്ടുള്ള ഒരു സംഭവം നടന്നു. അതായത് അദ്ദേഹത്തിന് 106 വയസ്സ്. ഈ 106ാമത്തെ വയസ്സിൽ ഒരു ദിവസം ഒരു മൈൽഡ് ഹാർട്ട് അറ്റാക്ക് വന്നു. ബോധം കെട്ട് വീണു. അപ്പം എല്ലാവരും കൂടെ എടുത്തുകൊണ്ട് പോയി ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴാണ് മൈൽഡ് ഹാർട്ട് അറ്റാക്ക് എന്ന് അറിഞ്ഞ്. അപ്പോൾ ഇദ്ദേഹത്തിന് ICUയിൽ കിടത്തിയിരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം ബോധം തെളിഞ്ഞ് നോക്കിയപ്പം ചുറ്റി ഹോസ്പിറ്റലിലാണ് കിടക്കുന്നത്. വായിലും മൂക്കിലുമൊക്കെ ട്യൂബ്, എല്ലാം കൂടെ ട്യൂബെല്ലാം പറിച്ച് വലിച്ച് കളഞ്ഞിട്ട് നോക്കി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ICU എന്ന് പറയുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്, ഹോസ്പിറ്റലിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ. ആ ഫ്ലോറിൻ്റെ ഒരു ജനാലി കൂടെ ചാടി വീണ് തറയിൽ എത്തി അവിടുന്ന് ആശ്രമത്തിൽ പോയി. അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ യോഗാസനാസ് ചെയ്ത് അതിൻ്റെ പ്രയോജനം. അതിൻ്റെ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ബോഡിയാണ് അത്. പിന്നെ ഒരു 3 മാസം കഴിഞ്ഞ് അദ്ദേഹം നാച്ചുറലായിട്ട് ആശ്രമത്തിൽ വളരെ നല്ല രീതിയിൽ പീസ്ഫുള്ളായിട്ട് മരിച്ചു. ഓക്കെ, അപ്പം ലാസ്റ്റ് മിനിറ്റ് വരെ അദ്ദേഹം ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് വേറൊരു സംഭവമാണ്. അതായത് ഈ സ്വാമി മല്ലാഡിഹള്ളി സ്വാമി ഉണ്ടല്ലോ, യോഗാസനൻ്റെ ഗുരു, സദ്ഗുരുവിൻ്റെ ഗുരു, യോഗയുടെ ഗുരു, ശരിക്കും പറഞ്ഞാൽ പഴനിസ്വാമിയുടെ ശിഷ്യനായിരുന്നു. പഴനിസ്വാമി ആരാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പോൾ. അപ്പോൾ ആ പഴനിസ്വാമി സദ്ഗുരുവിന് ഒരു ജന്മത്തിൽ മോക്ഷം തന്നതാണ്. ആ പഴനിസ്വാമിയുടെ ശിഷ്യനായിരുന്നു ഈ മല്ലാഡിഹള്ളി സ്വാമി.
അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തോ മനസ്സിലാക്കുന്നത്, ഇതിലൊക്കെ എന്തോ കാര്യങ്ങളുണ്ട്. അപ്പം അന്ന് പിള്ളേരെല്ലാം കളിച്ചുകൊണ്ടിരുന്നപ്പം സദ്ഗുരു അവിടെ ഉണ്ടായിരുന്നു കിണറ്റിൻ്റെ കരയിൽ. അപ്പം ഇദ്ദേഹം അവിടെ വന്നു നിന്നു, ഒരു ഡെമോ കാണിച്ചു. അപ്പോഴത്തേക്ക് സദ്ഗുരു അതിൻ്റെ പുറയിലായി. പിന്നെ യോഗ പഠിച്ചു. അപ്പം വലിയ ഒരു യോഗ ടീച്ചറായി. ഇപ്പോഴും യോഗ ടീച്ചിങ്സ് ഉണ്ട് ഈശായിൽ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് 6 മാസം അവിടെ നിന്ന് പഠിക്കണം. ശരിക്കും ഡ്രില്ലാണ് അന്ന്. നല്ല രീതിയിൽ നമ്മൾ ചെയ്യിപ്പിച്ച് പെർഫെക്റ്റ് ആക്കിയിട്ട് വിടും. അതേപോലെ നമുക്ക് യോഗാസനാസ് പഠിക്കണമെങ്കിൽ ഈ ഈശാ യോഗ സെൻറ്ററിൻ്റെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ ഒരു ബ്രാഞ്ചുണ്ട്. അവിടെയാണ് ഞാൻ പോയി യോഗാസനാസ്, സൂര്യ നമസ്കാരവും സാധാരണ യോഗാസനാസും ഒക്കെ പഠിച്ചത്. അവിടെയൊക്കെ പഠിപ്പിക്കുന്നതെന്ന് പറയുന്നത് വേറെ ഒരു രീതിയാണ്. പഠിച്ച യോഗ ടീച്ചർ പ്രൊജക്ടറും ലാപ്ടോപ്പും ഒക്കെ കൊണ്ടുവന്ന് ആദ്യം യോഗ ഇട്ട് കാണിക്കും. പിന്നെ അതിൻ്റെ വേറെ രീതിയൊക്കെ എന്തുവാന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ അതിൻ്റെ ഫലം എന്തുവാന്നൊക്കെ പറഞ്ഞു തരും. അതെല്ലാം ചെയ്തിട്ടായിരിക്കും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ച് പിന്നീടും അതിട്ട് കാണിക്കും. തിരിച്ചും ആ വീഡിയോ ഇട്ട് കാണിക്കും. അപ്പോൾ എല്ലാം വീഡിയോയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ അത് എത്രയോ വർഷത്തിന് മുമ്പേ ചെയ്തതാണ്. അപ്പോൾ ഈ വീഡിയോയിലൊക്കെ എടുത്തു വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അതിൽ ഒരു മാറ്റം വരരുത് എന്നുള്ളതാണ്. അതെല്ലാം ഈ വീഡിയോയിലുള്ളതെല്ലാം കംപ്ലീറ്റായിട്ട് സദ്ഗുരുവിൻ്റെ ഒബ്സർവേഷനിൽ ചെയ്യിപ്പിച്ച് എടുത്ത വീഡിയോസാണ്. ആ വീഡിയോ ചെയ്യുന്ന ആളിൻ്റെ രീതി വളയുന്ന രീതി കണ്ടാൽ ഇയാൾക്ക് ദേഹത്ത് എല്ലേ ഇല്ലയോ ഒന്ന് നമുക്ക് തോന്നും. അത്രയ്ക്ക് പെർഫെക്റ്റായിട്ടാണ് അങ്ങേര് ചെയ്തിരിക്കുന്നത്. ഒരു കൊച്ചു പയ്യനെ വെച്ചാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. കൊച്ചു പയ്യനെ കൊണ്ട് എല്ലാ യോഗയും ചെയ്യിപ്പിച്ച് യോഗാസനാസും ചെയ്യിപ്പിച്ച് വീഡിയോ എടുത്തു വച്ചിട്ടുണ്ട്. അപ്പം ആരൊക്കെ അവിടെ വീഡിയോ പഠിക്കുന്നോ, ആരൊക്കെ അവിടെ യോഗാസന പഠിക്കുന്നോ അവർക്കൊക്കെ പിന്നെ ഈ സർട്ടിഫിക്കറ്റും 6 മാസം കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റും കൊണ്ട് ക്ലാസ് എടുക്കാം. അപ്പോൾ ക്ലാസ് എടുക്കുമ്പം ഈ പെർഫെക്റ്റ് ആക്കിയ വീഡിയോ ഉണ്ടല്ലോ, അതാണ് എല്ലാവർക്കും ഒരു കോപ്പി കൊടുക്കുന്നത്. അത് തന്നെയാണ് ഇട്ട് സോ അവർ മറ്റേ യോഗ ടീച്ചേഴ്സൊക്കെ പഠിപ്പിക്കുമ്പം അവർ യോഗ ചെയ്ത് പഠിപ്പിക്കത്തില്ല, വീഡിയോ ഇട്ട് കാണിപ്പിച്ച് പഠിപ്പിക്കും. നമ്മൾ ചെയ്യുമ്പം നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് അവർ നോക്കും. അതാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സദ്ഗുരുവും ശ്രീ രവിശങ്കർ ഇവരെല്ലാം വേറൊരു ടീച്ചറിൻ്റെ അടുത്ത് യോഗ പഠിപ്പിക്കുന്ന ടീച്ചറായിട്ടാണ് ഇവരെല്ലാം ആദ്യം ജീവിതം തുടങ്ങിയത്. ഓക്കെ, പിന്നെയാണ് ഓരോരുത്തരും ഓരോ ലൈനിൽ പോയി അവരവരുടെ രീതിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഇത് ഒരു വലിയ കാര്യമാണ്. അപ്പം അതായത് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, നത്തിങ് ഹാപ്പൻസ് ബൈ ചാൻസ്. നത്തിങ് ഹാപ്പൻസ് ബൈ ചാൻസ് എന്ന് വെച്ചാൽ യാദർശ്യമായിട്ട് നടന്നു. യാദർശ്യമായിട്ട് സദ്ഗുരു ഒരു ദിവസം കിണറ്റിൻ്റെ കരയിൽ നിന്ന് കളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇങ്ങേര് വന്നു, ഇങ്ങേര് കണ്ടു, ഇഷ്ടപ്പെട്ടു, പോയി യോഗ പഠിച്ചു. അങ്ങനല്ല. ഏതൊന്നും ബൈ ചാൻസ് അല്ല. യാദർശ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ഏതോ ബൈ ചാൻസ് നന്നു. ചാൻസേ അല്ല, എല്ലാം പ്ലാൻഡാണ്. അതായത് എല്ലാം മുൻകൂട്ടി കരുതിയതാണ്. നമ്മൾ ആരെ കാണണം, എന്ത് ചെയ്യണം, നമ്മളുടെ ഒരു ദിവസം നമുക്ക് നടക്കുന്ന കാര്യങ്ങളെല്ലാം ചിലതൊക്കെ നമ്മൾ അതിശയിക്കും. ഒരു 6 മാസം ഒരാളെ വിചാരിക്കാതിരുന്നിരിക്കും, അന്നായിരിക്കും അയാളുടെ ഓർമ്മ വരുന്നത്. കുറേ നാളായല്ലോ ഇവരുടെ അടുത്ത് സംസാരിച്ചിട്ട് എന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ഫോൺ വരും. അതിന് പേരാണ് ടെലിപ്പതി എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇതെല്ലാമേ ഒന്നും തന്നെ നമ്മളുടെ ആരുടെ ജീവിതത്തിലും യാദർശ്യമായിട്ടല്ല നടക്കുന്നത്. എല്ലാം മുൻകൂട്ടി കരുതലോടുകൂടിയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. നമ്മൾ എന്ത് സോൾ പ്ലാനിങ് ചെയ്തോ അതുപോലെ നടക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പം ശ്രീ പഴനിസ്വാമി ഗുരുവാണ്, മുക്തി തന്ന ഗുരുവാണ്. ആ ഗുരുവിൻ്റെ വേറൊരു ശിഷ്യനാണ് ഇപ്രാവശ്യം സദ്ഗുരുവിന് ഗുരുവായിട്ട് വന്ന് യോഗ പഠിപ്പിച്ചു കൊടുത്തത്. അത് ലൈഫ് ലോങ് അദ്ദേഹത്തിനെ സഹായിച്ചു. അപ്പം ഇതൊക്കെ നമുക്ക് യാദർശ്യമായിട്ട് നടന്നു എന്ന് പറയാനൊക്കത്തില്ല, ഇല്ലേ? അപ്പം ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.